നമ്മൾ പ്രോബ്ലംസ് ചെയ്യണതിനകത്ത് ഷോ ദാറ്റ് ജെ മൈനസ് 1/2 ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് 2/πx കോസ് എക്സ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ജെ 1/2 ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് 2/πx സൈൻ എക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ജെ പി ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ 0 to ഇൻഫിനിറ്റി ഡെഫിനിഷൻ എഴുതുന്നു. n ഈക്വൽ 0 to ഇൻഫിനിറ്റി -1 x/2 2n + p n ഫാക്ടോറിയൽ ഇൻറ്റു n + p ഫാക്ടോറിയൽ ജെ -1/2 p ആകുമ്പോൾ അത് ഈ രൂപത്തിൽ മാറുന്നു. സമ്മേഷൻ n ഈക്വൽ 0 to ഇൻഫിനിറ്റി -1 x/2 പവർ 2n - 1/2 p അവിടെയൊക്കെ -1/2 കൊടുക്കണം, അല്ല അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ n-1/2 ഫാക്ടോറിയൽ ഇതാണെന്നുള്ള യൂസ് ചെയ്യാണ്. n-1/2 ഫാക്ടോറിയൽ ഈക്വൽ ടു 2n ഫാക്ടോറിയൽ ഇൻറ്റു റൂട്ട് പൈ ഇൻറ്റു 2 ഇൻറ്റു n ഫാക്ടോറിയൽ. അത് ഞാൻ ജസ്റ്റ് അതെവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല ഇതുവരെ. അത് നോക്കാം, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ റിസൾട്ട് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. n-1/2 ഫാക്ടോറിയൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടാവും ഈ n-1/2 ഫാക്ടോറിയൽ. ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ 0 സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ അനുസരിച്ച് ക്യാൻസൽ ചെയ്യുന്നു. n ഫാക്ടോറിയൽ കട്ട് ചെയ്ത് കളഞ്ഞു. 2n-2 കട്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും ബാക്കി? സമ്മേഷൻ ഈക്വൽ 0 to ഇൻഫിനിറ്റി -1 x പവർ 2n - 2 ഇൻറ്റു 2 പവർ -1/2 മുകളിലേക്ക് പോകുമ്പോൾ 2 താഴെയുള്ള ഒരു 2n ഫാക്ടോറിയൽ അതുപോലെ തന്നെ 2n ഫാക്ടോറിയലിൻ്റെ റൂട്ട് പൈ. അതിൽ വീണ്ടും കോമൺ എടുക്കുന്നു. 2 ഇൻറ്റു x പവർ -1/2 ഇൻറ്റു റൂട്ട് പൈനെ പുറത്തേക്ക് എടുത്തു. സോ ബാക്കി ഉള്ളിൽ ആരാ? സമ്മേഷൻ n ഈക്വൽ 0 to ഇൻഫിനിറ്റി -1 x/2n ഫാക്ടോറിയൽ. അത് എക്സാക്ട്ലി ആരാ? കോസ് എക്സ് ആണ് അല്ലേ? ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടി? റൂട്ട് 2/πx into summation equal to 0 to infinity -1 x/2n factorial, that is root 2/πx into cos x. Okay. Show that j 3/2 of x യൂസ് ചെയ്യേണ്ടി വന്നില്ല. എന്ത് cos x sin x ൻ്റെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. j 3/2 of x equal to root 2/πx of sin x by x minus cos x. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. വി നോ ദാറ്റ് p/x into jp of x equal to 1/2 into jp - 1 of x plus jp plus 1 of x. p equal to 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെൻ എന്ത് കിട്ടും? 1/2x into j 1/2 of x equal to 1/2 j minus 1/2 of x plus j 3/2 of x. so j 3/2 of x എന്ത് വരും? ഈക്വൽ ടു 2/2x ഇൻറ്റു j 1/2 of x മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് j 3/2 of x-നെ. എന്നിട്ട് j 1/2 x-നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മൈനസ് j 1/2 of x. സോ 1/x ഇൻറ്റു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് മൊത്തം കോസ് എക്സിൻ്റെയും സൈൻ എക്സിൻ്റെയും നേരത്തെ ഫോമിൽ കണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇവിടെ. സോ 1/x ഇൻറ്റു റൂട്ട് 2/πx സൈൻ എക്സ് മൈനസ് റൂട്ട് 2/πx കോസ് എക്സ്. സോ നമുക്ക് വേണ്ട ഫോമിലോട്ട് മാറി. അടുത്ത എന്താ? ഇവാലുവേറ്റ് j 5/2 of x ഇൻ ടേംസ് ഓഫ് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ്. സോ സിമിലർലി നേരത്തെ ഉള്ളത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണം പല ടൈപ്പ് പ്രോബ്ലംസ്. സോ 1-2 പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ജെ പി ഓഫ് എക്സിൻ്റെ ഫോമിൽ കൂടി മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ. ജെ പി +1 of x ഈക്വൽ ടു 2p/x ഇൻറ്റു j - jp - 1 of x പുട്ട് p ഈക്വൽ ടു 3/2. സോ j 5/2 of x ഈക്വൽ ടു 3/x മൈനസ് j 3/2 of x മൈനസ് j 1/2 of x. സോ അത് ആ ഫോമുല നേരത്തെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്തുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ. x plus j2 of x, j3 of x, j4 of x in terms of j0 of x, j0 of x, j1 of x. Show that if p is an integer, jp of x and j minus p of x are linearly dependent. j minus p of x equal to summation equal to 0 to infinity -1 x/2 2 power 2n minus p divided by n factorial n minus p factorial. p equal to m is an integer, then j minus m of x equal to summation equal to 0 to infinity -1 into x/2 2n minus m divided by n factorial into n minus m factorial. Summation equal to m to infinity n minus m greater than 0 ആയിട്ടുള്ള പോർഷൻ മാത്രം എടുക്കുകയാണ്. കാരണം n minus m ഫാക്ടോറിയൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനോട് പറഞ്ഞിട്ടുള്ളത്. സോ സമ്മേഷൻ ഈക്വൽ ടു m to infinity -1 x/2 2n minus m divided by n factorial into n minus m factorial. സമ്മേഷൻ n ഈക്വൽ 0 to infinity -1 റീപ്ലേസ് ചെയ്യുന്നു ഇങ്ങനെ രീതിയിൽ. അതായത് n plus m x/2 സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ
2 into n plus m minus m divided by n plus m factorial into n plus m minus m. അതായത് n വരെ എന്ത് റീപ്ലേസ് ചെയ്ത് മാത്രം n plus m റീപ്ലേസ് ചെയ്ത് നമ്മൾ കൊടുക്കണം ഇവിടെ. എന്നാലും 0 = 0 സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇൻഡെക്സിനെ മാറ്റാൻ പറ്റുള്ളൂ. സോ സമ്മേഷൻ n = 0 to infinity minus 1 raised to n plus m x by 2 2n plus 2m minus m കട്ട് ചെയ്ത് 2n plus 2m ആയി n plus m factorial into n factorial. That is exactly എന്താ, this is equal to minus 1 raised to m into j m of x ആണ്. So j minus p of x equal to minus 1 raised to p jp of x if p is an integer. J minus p of x and jp of x are, so they are linearly dependent if p is an integer. Okay. അടുത്ത പറയാൻ പോകുന്നത് എന്താ, orthogonality of Bessel's functions. If lambda m and lambda n are zeros of jp of x, then summation integral 0 to 1 jp of lambda m of x lambda n of x dx equal to 0 if m not equal to n, and 1 by 2 jp plus 1 square of lambda m if m equal to n. Bessel's equation of order p നമുക്ക് അറിയാം. എൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് പി വൈ ഈക്വൽ ടു 0 വൈ ഡബിൾ ഡാഷ് പ്ലസ് മാറ്റിക്കഴിഞ്ഞാൽ വൈ ഡബിൾ ഡാഷ് പ്ലസ് 1 ബൈ എക്സ് വൈ ഡാഷ് 1 മൈനസ് പി സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ വൈ ഈക്വൽ 0 വൈക്ക് റീപ്ലേസിംഗ് ബൈ ജെ പി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ജെ പി ഓഫ് എക്സിൻ്റെ സൊല്യൂഷനാണ് അല്ലേ. സോ വൈക്ക് വരും ജെ പി ഓഫ് എക്സ് കൊടുത്താൽ 0 കിട്ടും അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു ജെ പി ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജെ പി ഓഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എക്സ് പ്ലസ് 1 minus p square by x square jp of x equal to 0 if a and b are two distinct positive constants, u of x equal to jp of ax and v of x equal to jp of bx. Replacing x by ax in equation 2 എന്ത് കിട്ടും, jp double dash of ax plus jp dash of ax divided by ax plus 1 minus p square by a square x square into jp of ax equal to 0. Now u dash of x equal to എന്താണ്, a jp dash of ax ആണ്. u double dash of x equal to a square jp double dash of ax ആണ്. ഡെറിവേറ്റീവ് എടുത്തതിന് ശരിക്കും അപ്പോൾ എന്ത് വരും, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 3 നമുക്ക് എന്ത് കിട്ടും, u double dash of a x by x a square plus u dash of x by a square x plus 1 minus p square by a square x square. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഇവിടെ u of x equal to 0. സോ അതിന് വീണ്ടും a square മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് u double dash of x plus u dash of x by x plus a square minus p square by x square u of x equal to 0 എന്നുള്ള രീതിയിൽ ഇക്വേഷൻ ആക്കി മാറ്റി. സിമിലർലി v of x വെച്ച് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, v double dash of x plus v dash of x by x plus b square minus b square by x square into v of x equal to 0. അതാണ് 4 5 ഇക്വേഷൻ. ആ രണ്ട് ഇക്വേഷനെയും 4 into v minus 5 into u ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും v u double dash v u dash plus x plus a square minus b square into x u v v double dash u അതിൽ 1 minus equal to 0 ആണ്. സോ നമുക്ക് ഒരുമിച്ചാക്കേണ്ട ആൾക്കാരെയൊക്കെ നമ്മൾ ഒരുമിച്ചാക്കുന്നു. v u double dash minus v double dash u plus v u dash by x minus v dash u by x a square minus b square into u v. കാരണം പി സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ യു ഇയാളും എന്ത് ചെയ്യും, ഈ പി സ്ക്വയർ എക്സ് സ്ക്വയർ യു എന്തായി പോകും, ക്യാൻസൽ ആയി പോകും. നോ മൾട്ടിപ്ലൈയിങ് ബൈ എക്സ് എന്ത് കിട്ടും, എക്സ് വി യു ഡബിൾ ഡാഷ് പ്ലസ് മൈനസ് എക്സ് യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ് മൈനസ് വി ഡാഷ് യു പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ യു വി എക്സ് ഈക്വൽ 0. സോ മൊത്തത്തിൽ നമുക്ക് അതിനെ എന്താക്കി മാറ്റി എഴുതാൻ പറ്റും, ദിസ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു വി യു ഡാഷ് മൈനസ് യു വി ഡാഷ്. കാരണം അതുകൊണ്ടാണ് നിൽക്കുന്നത് എക്സ് ഇൻറ്റു എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വി യു ഡബിൾ ഡാഷ് മൈനസ് എ യു വി ഡബിൾ ഡാഷ് ആണ് കിട്ടിയിട്ടുള്ളത് പ്ലസ് വി യു പ്ലസ് വി ഡാഷ് യു ആണ്. ദാറ്റ് ഈസ് എന്താണ്, ഈ തന്നിരിക്കുന്ന വി യു ഡാഷ് മൈനസ് വി ഡാഷ് യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്തപ്പോഴാണ് ഈ ടേം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് മൊത്തത്തിൽ അതിനെ എന്താക്കി ഈ രണ്ട് ടേമിനോട് ക്ലബ് ചെയ്ത് എന്താക്കി മാറ്റി, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ആക്കി മാറ്റിയിട്ടുണ്ട് പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു യു വി എക്സ് ഈക്വൽ 0. ഇൻറ്റഗ്രേറ്റിംഗ് ഫ്രം 0 to 1 എന്ത് കിട്ടും നമുക്ക്, ഒന്നാമത്തെ ആളിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് 0 to 1 ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആളിനെ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു ചെയ്തുകൊണ്ട് അങ്ങനെ എഴുതിയത് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റഗ്രൽ 0 to 1 എക്സ് യു വി ഡി എക്സ്. ഓക്കെ, നൗ ഈ ഒന്നാമത്തെ ആൾ എന്തായി മാറും, ബി എക്സ് ഈക്വൽ 1 കൊടുത്താൽ 0 കൊടുത്താൽ 0 ആയി പോകും. സോ വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് യു വി ഡി എക്സ്. നൗ ജെ പി ഓഫ് ബി ഇൻറ്റു എ ജെ പി ഡാഷ് ഓഫ് എ ആണെന്ത്, വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് എന്ന് പറയണത്. ഓക്കെ, മൊത്തത്തിൽ എഴുതിക്കാണ് ചെയ്തിക്കാണ് കേട്ടോ. അതായത് നേരത്തെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എത്തിക്കാണ് ഇവിടെ. വി എന്ന് പറഞ്ഞാൽ ജെ പി ഓഫ് ബി ആണ്, അപ്പോൾ അത് എഴുതി. യു ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ജെ പി ഓഫ് എ ആണ്, മൈനസ് ജെ പി ഓഫ് എ ഇൻറ്റു ബി ജെ പി ഓഫ് ബി ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഈക്വൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 1 കൊടുത്തു, വി ഓഫ് എക്സും ബി ഓഫ് എക്സ് അതുപോലെ ആക്കിയിട്ടില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
ഓക്കെ. ബി സ്ക്വയർ മൈനസ്, കാരണം എക്സ് ഈക്വൽ ടു യു 1 ആണ് നമ്മളോട് കൊടുക്കേണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 1 x ഇൻറ്റു ജെ പി ഓഫ് എക്സ് ജെ പി ഓഫ് ബി എക്സ് ഡി എക്സ്. നൗ let lambda equal to a equal to lambda m and b equal to lambda n, where lambda and lambda n are zeros of jp of x, positive zeros of jp of x. Then jp of a equal to എന്ത് വരും, സീറോസ് ആണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് jp of a എന്ന് പറഞ്ഞാൽ 0 ആണ്, അതുപോലെ jp of b എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. സോ എന്ത് കിട്ടും, നമുക്ക് വൺ സൈഡിൽ ഈ സൈഡ് എന്തായി പോകും, ഈ സൈഡ് മൊത്തത്തിൽ 0 ആയി പോകും അല്ലേ, കാരണം jp of b jp of a jp dash of b ഒക്കെ ഉള്ളത് അവിടെ 0 ആയി പോകും മൊത്തത്തിൽ. കാരണം നമ്മൾ എടുത്തിട്ടുള്ള എയുടെയും ബിയുടെയും ചോയ്സ് എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്, lambda m they are the zeros of jp of x equal to lambda n square to lambda m square integral 0 to 1 x into jp of lambda m of x into jp of lambda n of x dx. അപ്പോൾ if lambda m not equal to lambda n, then integral 0 to 1 x jp of lambda equal to 0. ഓക്കെ. lambda m നോട് നോട്ട് ഈക്വൽ ആണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് എന്തായി മാറും, ഈ സൈഡ് എന്തായി പോകും, 0 ആയി പോയിട്ടുണ്ട്, ഈ സൈഡ് 0 ആയി പോയിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ 0 ആവണമെങ്കിൽ എന്താണ്, 0 ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ലാംഡ n ഈക്വൽ ലാംഡ m എന്ന സിറ്റുവേഷനിൽ. ഇനി എല്ലാ സിറ്റുവേഷനിലാകുമ്പോൾ എന്തായി മാറും, ലാംഡ n നോട്ട് ഈക്വൽ ലാംഡ m ആകുമ്പോൾ ഇയാൾ 0 ആവില്ല, പകരം ആര് 0 ആവണം, ഇയാൾ 0 ആവണം അല്ലേ. ഞാൻ ലാംഡ n ഈക്വൽ ലാംഡ m ആകുമ്പോൾ എന്താവും, ഇൻറ്റഗ്രൽ 0 to 1 x ജെ പി ലാംഡ m of x ലാംഡ n of x എന്തായി മാറും, നമുക്കതിനെ കണ്ടുപിടിക്കേണ്ടി വരും. സോ 4 into 2x square u dash equal implies എന്ത് വരും, 2x square u dash into u double dash plus 2x u dash whole square plus a dash a square minus p square by x square into 2x square u dash equal 0. സോ എന്തായി മാറുന്നതിനെ എന്താക്കി മാറ്റി എഴുതാം, d by dx of x square into u double dash whole square plus d by dx of a square x square u square minus 2x square a square u square minus d by dx of p square u square equal 0. ഞാൻ ചേർന്നിരിക്കുന്ന പോലെ തന്നെ ഈ ആളിനെ കൊണ്ട് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യേണ്ടതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഈ അതാ ഇവിടെ എത്തും, ജെ പി ഡാഷ് ഹോൾ സ്ക്വയർ എ ബൈ 2 പ്ലസ് ജെ പി ഓഫ് സ്ക്വയർ ഓഫ് എ ബൈ 2 മൈനസ് പി സ്ക്വയർ ബൈ 2 എ സ്ക്വയർ പി സ്ക്വയർ ഓഫ് എ പ്ലസ് 0 ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു ജെ പി സ്ക്വയർ ഓഫ് എ എക്സ് ഡി എക്സ്. ഒരു ഈക്വൽ ലാംഡ എം ഇസ് 0 ഓഫ് ജെ പി ഓഫ് എക്സ്, ദെൻ ജെ പി ഓഫ് എ 0 ആണ്. ജെ പി ഓഫ് എ 0 ആയതുകൊണ്ട് ഇയാൾ 0 ആയി പോവും. ഓക്കെ, ജെ പി ഡാഷ് 0 ഇല്ല, ഇയാൾ ബാക്കി ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഈ രണ്ടാൾക്കാരെ 0 ഉള്ളൂ, ഈ രണ്ടാൾക്കാരെ 0 ആയി പോകുള്ളൂ. ദറ്റ് ഈസ് ജെ പി ഡാഷ് ഓഫ് സ്ക്വയർ ഓഫ് ലാംഡ എം ബൈ 2 ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ജെ പി സ്ക്വയർ ഓഫ് ലാംഡ എം ഓഫ് എക്സ് ഡി എക്സ്. വി ഹാവ് എന്നിട്ട് ജെ പി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് നമുക്കറിയാം ഫോമുല, മൈനസ് ജെ പി പ്ലസ് 1 ഓഫ് എക്സ് പ്ലസ് പി ബൈ എക്സ് ഓഫ് ജെ പി ഓഫ് എക്സ് എന്നറിയാം. അപ്പോൾ ലാംഡ ഡാഷ് ഓഫ് ജെ പി ഡാഷ് ഓഫ് ലാംഡ എം ഈക്വൽ ടു മൈനസ് ജെ പി പ്ലസ് 1 ഓഫ് ലാംഡ എം പ്ലസ് പി ബൈ എക്സ് ജെ പി ഓഫ് ലാംഡ എം ആണ്. അപ്പോൾ ജെ പി ഡാഷ് ഓഫ് ലാംഡ എം ഈക്വൽ ടു മൈനസ് ജെ പി പ്ലസ് 1 ഓഫ് ലാംഡ എം പി ബൈ എക്സ് ജെ പി ലാംഡ എം എന്തായി പോകുന്നുണ്ട്, ഇത് 0 ആയി പോകും. സോ ഇത് 0 ആയി പോയി. നൗ സ്ക്വയറിംഗ് വി ഗെറ്റ് ജെ പി ഡാഷ് ഓഫ് ലാംഡ എം ഈക്വൽ ടു ജെ പി പ്ലസ് 1 ഓഫ് ലാംഡ എം ജെ പി പ്ലസ് 1 സ്ക്വയർ ഓഫ് ലാംഡ എം. സോ തന്നിരിക്കുന്ന നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എന്തായി മാറും, ഇൻറ്റഗ്രൽ 0 to 1 ജെ പി സ്ക്വയർ ഓഫ് ലാംഡ എം ഓഫ് എക്സ് ഈക്വൽ ടു 1/2. അതായത് തന്നിരിക്കുന്ന ആളുടെ ഇൻറ്റഗ്രലിലെ സോ നമ്മളിവിടെ ആൾറെഡി കാണിച്ചത് എന്താ, ജെ പി ഡാഷ് സ്ക്വയർ ഓഫ് ലാംഡ എം ഈക്വൽ ടു ജെ പി പ്ലസ് 1 ഓഫ് ലാംഡ എം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ സൈഡ് എന്തായി മാറും, ജെ പി പ്ലസ് 1 സ്ക്വയർ ഓഫ് ലാംഡ എം ആവും. ദാറ്റ് ഈസ് എന്ത് കിട്ടും നമുക്ക്, ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ജെ പി സ്ക്വയർ ഓഫ് ലാംഡ എം എക്സ് ഈക്വൽ ടു 1/2 ജെ പി പ്ലസ് 1 സ്ക്വയർ ഓഫ് ലാംഡ എം. ജെ പി പ്ലസ് 1 ഓഫ് ലാംഡ സ്ക്വയർ ലാംഡ എമ്മിൻ്റെ കാര്യം നമുക്ക് അറിയാം, എന്ത് 0 ഇഫ് എം നോട്ട് ഈക്വൽ ടു എൻ ആൻഡ് 1/2. ഓക്കെ, ആൾറെഡി നമ്മൾ പ്രൂവ് ചെയ്താണ് എന്ത് എം നോട്ട് ഈക്വൽ ടു 1 എൻ ആകുമ്പോൾ എന്താണെന്നുള്ളത്. എം നോട്ട് ഈക്വൽ എൻ ആകുമ്പോൾ ലാംഡ എം സ്ക്വയർ മൈനസ് ലാംഡ എൻ സ്ക്വയർ എന്തായി പോകും, 0 ആയി പോകുന്നുണ്ട്. അപ്പോൾ 0 കിട്ടി. എല്ലാ സിറ്റുവേഷനിലും നമ്മൾ എന്ത് കാണിച്ചു, ഇൻറ്റഗ്രൽ 0 to 1 ബി ലാംഡ എം ഓഫ് എക്സ് ലാംഡ എൻ ഓഫ് എക്സ് ഈക്വൽ ടു 1/2 ജെ പി പ്ലസ് 1 ഓഫ് സ്ക്വയർ ലാംഡ എം. ഓക്കെ, ഇനി ഇതിനകത്ത് എല്ലാം ജെ പി ഓഫ് എക്സിൻ്റെ പലതരത്തിലുള്ള ഫോമുലാസും ജെ പി ഡാഷ് ഓഫ് എക്സിൻ്റെ ഫോമുലാസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെയ്ത് തന്നെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ കിട്ടില്ല. ഒരു തവണ 2 തവണ എഴുതി നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ.